ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നും വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ കാലത്ത് അല്ലെങ്കിൽ ഉച്ചയ്ക്കായിരിക്കും. ഇന്നാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം ആട്ടോ. അപ്പോൾ ഒരു 6 മണി ആവാറായിട്ടുണ്ടാവും. അതിന് ഞങ്ങൾക്ക് രാവിലെ ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ എത്തുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവാറായി. 10 മണി കഴിഞ്ഞില്ല കേട്ടാ. 10 മണി കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ എത്തി കാത്തുമ്മേനൊക്കെ സെറ്റാക്കി കിടന്നുറങ്ങുമ്പോൾ കുറച്ചധികം ടൈം ആയിട്ടുണ്ടായിരുന്നു. ഈ ഷൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് റെഡി ആയിട്ട് പോയതാട്ടാ അല്ലേ. നമ്മളെങ്ങടാ പോയി വീഡിയോ ഒക്കെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ തുടക്കട്ടെ, ഞങ്ങൾ അതും മാത്രം പറഞ്ഞു വയ്ക്കും, ബാക്കി അവൾ ഫില്ല് ചെയ്യില്ല കേട്ടാ. ആൾക്കറിയണ കാര്യമാണ് പോലെ അവൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ മസാല ദോശ കഴിച്ചിട്ട് വന്നു, അങ്ങനെ കിടന്നുറങ്ങി. ഇപ്പോൾ കാത്തുമ്മയ്ക്ക് മുട്ട പുഴുങ്ങാട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉച്ചത്തേക്കല്ല രാത്രിക്കുള്ള ഫുഡ് നോക്കണം. ചോറും മീൻകറിയും മീൻ വറുത്തൊക്കെ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി നാളെ തൊട്ട് ഞാൻ ഫുഡ് കുറയ്ക്കാൻ പോകാം. ഇന്നൊരു ദിവസം കൂടി കുറച്ച് ചോറ് കഴിക്കണം. നമുക്ക് നമ്മളെ വീട്ടിൽ വെച്ചാൽ മീൻകറിക്കായിട്ട് ചോറ് കഴിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയ്ക്ക്. അപ്പം അത് കഴിക്കണം എന്നൊരാഗ്രഹം. ഞാനത് ഉണ്ടാക്കാൻ പോവാണ്. കമോൺ. അത് ഇത്ര നല്ല ഷർട്ട് ഇട്ടിട്ട് ഞാൻ വന്ന് കാണിച്ചു തരാം. നമ്മുടെ മക്കള് ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഒന്നല്ലേ ബെഡ്, ഒന്നല്ലേ സോഫ, അങ്ങനെ പല പല സ്ഥലത്തിരുന്നിട്ടായിരിക്കും പിള്ളേർ ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് വൃത്തിയാക്കലാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതിനുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേട്ടാ. ഇത് അഗാരോയുടെ ബെഡ് വാക്യൂം ക്ലീനറാണ്. ഈ ഒരു വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ട് നമുക്ക് മാട്രസ്, ബെഡ്ഷീറ്റ്, തലോണ, ബ്ലാങ്കറ്റ്, സോഫ, അങ്ങനെ എല്ലാ ഫ്ലാറ്റ് സർഫസിലും നമുക്ക് വൃത്തിയാക്കാൻ കഴിയും കേട്ടോ. ഇതിലുള്ള UV ലൈറ്റ് നമ്മുടെ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി തരും കേട്ടോ. നമ്മുടെ ഡെയിലി പ്രശ്നങ്ങളായ ഉറക്കം കിട്ടായിക, അതുപോലെ തുമ്മൽ, ചൊറിച്ചൽ, മോക്കുരു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഇതിൻ്റെ വലിച്ചെടുക്കാനുള്ള ശക്തി കാരണം ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ അതെല്ലാം കണ്ടെത്തി നമ്മുടെ ഈ കണ്ടെയ്നറിൽ ശേഖരിക്കും കേട്ടോ. ഇതിലുള്ള ഹിപ്പ ഫിൽറ്റർ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കേബിൾ നല്ല രീതിയിൽ ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ പണി തീർക്കാൻ പറ്റും. 400 വാട്ടിൻ്റെ മോട്ടറാണ് ഇതിനുള്ളത് കേട്ടോ. അതുപോലെ 12K പവറാണ്, അതായത് ശക്തമായി വലിച്ചെടുക്കാനുള്ള ശേഷി ഈ ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. മെഷീൻ ചൂടാകുമ്പോൾ അത് സ്വയം ഓഫായി പോവുകയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും അത് ഓണായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാവും കേട്ടോ. അതേപോലുള്ള ഒരു കാര്യമാണ് ഈ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നമ്മൾ ഇസ്തിരിപ്പെട്ട് പോലെ മുന്നോട്ട് തള്ളല്ല വേണ്ടത്, നമുക്ക് ഉപയോഗിക്കാനുള്ള സ്ഥലത്തേക്ക് വെച്ചിട്ട് അത് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെ ഡസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഈ മെഷീനിലേക്ക് കയറും കേട്ടോ. 1 വർഷത്തെ കമ്പനി വാറണ്ടി ഈ മെഷീൻ ഉണ്ട് കേട്ടോ. അത് കാരണം ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വേണ്ട. അപ്പോൾ വൃത്തിയാക്കാനായിട്ട് അഗാരോയുടെ ബെഡ് വാക്യൂം ക്ലീനർ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അടിപൊളി ഐറ്റമാണ്, നമ്മുടെ വീട്ടിലൊക്കെ നിർബന്ധമായിട്ടും വേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ബെഡ് വാക്യൂം ക്ലീനർ. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തോരം പൊടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തതെന്നുള്ളത്. കണ്ടില്ലേ, ഇത്രയധികം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ, ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കൊറേ ആയില്ലേ നമ്മള് വീഡിയോയിലേക്ക് വന്നിട്ട് സംസാരിച്ച വീഡിയോ വന്നിട്ട് ഫുൾ വ്ളോഗ് ഇട്ടിട്ടും കൊറേ ദിവസമായി. എനിക്ക് തോന്നുന്നു നമ്മളെ അച്ഛമ്മയുടെ പരിപാടിയിൽ ഇങ്ങനെ ഇവിടെ എത്തിയപ്പോട്ട് ഞാൻ എന്നോട് പറയുന്നു ഫുൾ വീഡിയോ എടുക്കണം പക്ഷേ എവിടേക്കോ പ്രശ്നങ്ങൾ കാരണം ഒന്നാമത്തെ ദിവസം നമ്മളെ വീട്ടില് പണികൾ ഇനിയും ചെയ്യാണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ ദിവസമായിട്ട് കുറച്ചാഴ്ച ഇങ്ങനെയൊക്കെ ചെയ്ത് പോവാ. കാരണം ഒരു 10-12 ദിവസം വീട്ടിൽ ആരും ഇല്ല. പിന്നെ അതിന്റെ ഇടയില് കറണ്ട് പോയിട്ട് 2 ദിവസം ഫ്രിഡ്ജൊക്കെ ഓഫായി. ഫുള്ള് കറണ്ട് ലൈന് കട്ടായതാണ്. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു ഭയങ്കര ഇഷ്യൂ. അതും ഞങ്ങളെ വീട്ടിൽ നോർമല് ഫ്രിഡ്ജില് മീനോ ഇറച്ചൊന്നും എപ്പോഴും ഇരിക്കുന്ന ആൾക്കാരല്ല. 4 പ്രാവശ്യമാണെങ്കിൽ ഒരു കിലോ ബീഫ്, 3 കിലോ ഒരു ഫുൾ മീനാ, ഒരു 3 കിലോ മീന് കറിയിങ്ങനെ മസാല പറ്റിയത്, മസാല പറ്റാത്തൊക്കെ പാർട്ടിയൊക്കെ വെച്ചിട്ടായിരുന്നു. അതൊക്കെ നാശമായി, ഭയങ്കര മണമായി വീട് മൊത്തത്തില്.
ഞങ്ങളെന്നെ ഇപ്പോഴും ഉക്കറായിട്ടില്ല. ചില നേരത്തൊക്കെ ഫ്രിഡ്ജ് പ്രാന്താവും. ആരും വേണം പോയി വരണോളൂ. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അച്ഛമ്മ മരിച്ചു എന്ന് അറിഞ്ഞപ്പോ ആ ഒരു ടൈമിൽ അപ്പൊ തന്നെ ഇറങ്ങി പോയതാണ്. നമ്മൾ പിറ്റേ ദിവസം എത്തുന്ന വെച്ചിട്ടാണല്ലോ, അപ്പൊ തന്നെ ഡ്രസ്സ് മാറി ഇറങ്ങി പോയ ഒരാളാണ്. പിന്നെ എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സും ഇങ്ങനെ ആയിട്ടും പിന്നെ മെല്ലെ മെല്ലെ കൊണ്ടുവന്ന് തരിക. പിന്നെ കുറച്ചൊക്കെ വീട്ടിലുണ്ടായിരുന്നു, അതൊക്കെ നീ ആകാശത്തായിരുന്നു അച്ഛമ്മേരെ ഇതിന്റെ പരസ്യം ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിനോടും ചെറിയ ടോപ്പിക് ഇതല്ലേ പറയാം. തീർച്ചയായിട്ടും. അപ്പൊ അത് പറയാനൊന്നും ഇല്ല സത്യത്തില്. ചെറിയ കാര്യം നമുക്ക് പറയാനുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. അതും ഞാൻ നിൽക്കേണ്ടി വരുന്നുള്ള പ്രതീക്ഷയെ നമുക്ക് വരുന്നില്ല. കാരണം അച്ഛമ്മയ്ക്ക് മോളുണ്ട്, അപ്പൊ മോളാണല്ലോ നിൽക്കുക. അച്ചാച്ചൻ മരിച്ചപ്പോഴും മോളാണ് നിന്നത്. അപ്പോൾ ഈ പ്രാവശ്യം മോളായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അച്ഛമ്മയുടെ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ മോള് നിൽക്കാതെ മോള് പോയതും ഞാൻ കുളിക്കാൻ പോയ നേരത്താണ് പാപ്പ എന്നിട്ട് ഇവനോട് ചോദിച്ചതടക്കാം. ബാക്കി എൻ്റെ മേളിൽ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ചേച്ചിക്ക് ഡേറ്റ് ആവാറായി എന്ന് നമുക്കറിയാം. ബാക്കിയുള്ള ഒരു ദിവസം നമുക്കറിയില്ല കേട്ടാ. കാരണം ആ ചേച്ചിയുടെ ദിവസം അറിയുന്നത് പിന്നെ ആ ചേച്ചി നാട്ടിലുണ്ടായിരുന്നാലും നമ്മളടുത്ത് വരും ഇങ്ങനെ പറഞ്ഞാൽ തന്നെ എനിക്കറിയാം. ബാക്കിയുള്ളവരായാലും നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ആ കാര്യം എടുക്കാനെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പൊ മനസ്സിലായ എന്തായാലും ഫെബിയുടെ അടുത്ത് പാപ്പ ഒന്ന് ചോദിച്ചു, പൊന്നിനെ ഇരുത്താൻ പറ്റുമോ ചോദിച്ചു. ഞാൻ വരുന്നതിന് മുന്നേ ഇവൻ പറയും ചെയ്തു ഇരുന്നോട്ടെ. കാരണം ഇവനറിയാം നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ എല്ലാത്തിനും ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ഇവൻ. പിന്നെ എന്നോട് പറഞ്ഞതും ഞാനും മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അച്ഛമ്മയ്ക്കായിട്ട് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്, അതുകൊണ്ട് നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഞാൻ പറഞ്ഞു ഞാനൊരു 10 മിനിറ്റ് വീട്ടിൽ പോയിട്ട് വന്നോട്ടെ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് തറവാട്ടിലെത്തിയപ്പോഴാണ് ഈ കേസ് അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 10 മിനിറ്റ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി വന്നോട്ടെ, വേറെ എന്താ ഡ്രസ്സൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മളെ വിശ്വസിച്ച് നമുക്ക് പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു മാസത്തിൽ ഇത്ര വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം എനിക്കത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അതൊരിക്കലും നമ്മൾ അവിടെ നിൽക്കുന്നു പ്രതീക്ഷിച്ചിട്ടല്ലോ പോണത്. കാരണം അതും വീഡിയോ അല്ല, പൊന്നിനാൾ മുന്നിൽ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഒരാൾ മാറിയാലും മുന്നത്തെ ആൾക്കാരുടെ അപ്പുറം മോളാണ് ഇരിക്കേണ്ടത്. അല്ല, മോളില്ലാത്തവർക്ക് മാത്രമാണ് പേരക്കുട്ടികൾ വരല്ലോ. ശരിക്കും മോള് മാത്രമാണ് നീയല്ലോ പിന്നെ വരുന്നത്. അല്ല, മൂത്ത ചേച്ചിമാരുണ്ട് മുന്നിലും ബാക്കിലൊക്കെ കുറെ ഇല്ലേ ഉണ്ട്. അപ്പൊ എന്റെ അപ്പുറത്ത് ഞാൻ അങ്ങോട്ട് വിടാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ. കാരണം കുഞ്ഞിന് അച്ഛനെ വീട്ടിൽ പോകണം, കുണിക്കുമ്പോളാ പിന്നുള്ളത്. അപ്പൊ അവൾക്ക് പഠിക്കാൻ പോകണം. അപ്പൊ ഞാൻ അങ്ങോട്ടും ചിന്തിച്ചില്ല. എനിക്ക് ഇരിക്കാൻ പറ്റും. എനിക്ക് അതും ദൈവാനുഗ്രഹം കൊണ്ട് സീസൺ ഓഫ് ആയിരുന്നു. അപ്പൊ എനിക്ക് വർക്കും ഇല്ല. അപ്പൊ ഞാൻ ഇരിക്കാന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും വിഷയമില്ല, എനിക്ക് ആ ഒരു വീഡിയോ എടുത്തു കൊടുത്തിരിങ്ങി ബ്രാൻഡിന്റെ വശത്തുനിന്ന് നമുക്ക് പ്രശ്നം വരും. അതും പോരാഞ്ഞിട്ട് ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിയണവർക്കറിയാം, ഒരുപാട് ലോണുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എടുത്താലും ഞങ്ങൾ കാറിന്റെ ലോണും മറ്റു ലോണും വീടിന്റെ വാടകയാണ് ഒരുപാട് ദിവസം. ഇപ്പോൾ ഞങ്ങൾക്ക് വർക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ പിടിച്ചിരുന്നത് നമ്മൾ ഈ പ്രൊമോഷനും കാര്യങ്ങളാണ്. അപ്പൊ നമുക്കത് ചെയ്തേ പറ്റും. നമുക്ക് കാശ് ഉണ്ടെങ്കിലാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് അതിൽ കഴിഞ്ഞിട്ട് കുറെ പേര് ഇതാണ് പറയാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫേസ്ബുക്കിലും പൊങ്കാല അർപ്പിച്ചോളൂ. നമുക്ക് എന്താ പറയാ, നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോ നിങ്ങൾക്കൊരു പൊങ്കാലയായി, നിങ്ങൾക്കൊരു കണ്ടന്റ് ആക്കാനായിട്ട് ഇതായി, അത്രേ ഉള്ളൂ. ഞാൻ മരിച്ചതിൽ കണ്ടന്റ് എടുത്തു എന്നാണ് പറഞ്ഞത്. മരിച്ചെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കണെങ്കിൽ അവിടെ നിന്ന് ഒരു മിനിറ്റ് കത്തുമ്പോ അപ്പൊ ഞാൻ വീട്ടിൽ പോകണ്ടേ ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോവാൻ പറ്റില്ല, അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ അപ്പം ഇരിക്കണം. പിന്നെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് തീരെ പുറത്തേക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ വിഷമിച്ചപ്പോ അമ്മ പറഞ്ഞു നീ 10 മിനിറ്റത്തെ ദിവസമല്ലേ ഉള്ളൂ, നീ അവിടെ അച്ഛമ്മ റൂമിലേക്കാ പാപ്പന്റെ റൂമിലേക്കാണെങ്കിൽ പോയിട്ട് 10 മിനിറ്റ് വീഡിയോ എടുത്താൽ മതി, ആ ടൈമിൽ കുടിക്കുന്നേക്കും ഞാൻ ആരെങ്കിലും ഇരുത്താന്ന് പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റ് അവരെ ഇരുത്തിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിരിക്കുന്നത്. എനിക്ക് ഇതിന് വലിയ കണ്ടന്റ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടൊന്നല്ല ഞാൻ അവിടെ ഇരുന്നത്. അങ്ങനെ എന്റെ സിറ്റുവേഷൻ ആണ്, എനിക്ക് ജീവിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ഇങ്ങനെ ലൈഫ് ഉണ്ട്. അപ്പൊ ആ ലൈഫില് ഞങ്ങക്ക് 10 രൂപ ആണെങ്കിൽ ഞാൻ ചെയ്യണേ, ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പൊ കാല് വെച്ചിട്ടാ അപ്പൊ കാലിന് മുകളിൽ സാധനം എടുത്തു എന്നിട്ട് അപ്പൊ വരാം.
റൂമിലുണ്ട്. ഏതാ മനസ്സിലായ? വാവൂനിടില്ല അപ്പൊ കാലിന്റെ മുകളിൽ നെഗറ്റീവ് പറഞ്ഞോണ്ടേ ഇരിക്കും. കൊറേ പേര് കണ്ടന്റ് ആക്കിയതാണ്, സ്കൂളിലേക്ക് വിട്ടേക്കണോ? ഒരു മിനിറ്റ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്കാണ് കാലിനാണ് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ല എന്നാ വീണത്. അങ്ങനെ പിന്നിപ്പോ ഞാനത് കണ്ടന്റ് ആക്കി. ഓക്കെ, എന്റെ അച്ഛന്മാരെ മരുന്ന് ഞാനോ കണ്ടന്റ് ആക്കി ഇട്ടു. അതുമൊന്ന് കണ്ടന്റ് ആക്കി ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ സത്യത്തിൽ ഞാൻ ഒറ്റ ട്രോൾ വീഡിയോ പോലും കണ്ടിട്ടില്ല. എനിക്ക് ട്രോൾ വന്നിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. സാധാരണ എന്തെങ്കിലും ഇങ്ങനെ നമ്മളെ യൂട്യൂബ് തുറന്നോക്കുമ്പോൾ ഇങ്ങനെ വന്ന് കിടക്കാറുണ്ട്. എനിക്ക് ഈ പ്രാവശ്യം ട്രോള് പോലും വന്ന് കിടന്നിട്ടില്ല. പക്ഷെ അമ്മ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, അതേ ബേബി കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സത്യാവസ്ഥ ഇതാണ്. നമുക്ക് തന്നെ ഒരുപാട് ലോണുകളും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളൊരു കണക്കൂട്ടിൽ എവിടെയും തെറ്റി കഴിഞ്ഞ് കടം മേടിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ അതിനിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കടം മേടിക്കേണ്ടി വന്നു. വരായികൊന്നുമില്ല. നമ്മളെ കുറച്ച് ഈ പ്രാവശ്യമായിരുന്നു നമ്മളെ കാറിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കാൻ. അപ്പോൾ കടം മേടിക്കലൊക്കെ വന്നു. മൊത്തത്തിൽ വലിയൊരു എമൗണ്ട് ആക്കണില്ല വെച്ചിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ ചെയ്തു എന്നുള്ളൂ. അതും ഞാൻ തറവാട്ടിലെ പാപ്പനോടാണെങ്കിലും തറവാട്ടിലെ പാപ്പനോടാണെങ്കിലും മേമോടാണെങ്കിലും അമ്മോട് അച്ഛനോട് എല്ലാവരോടും ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ തറവാട്ടിൽ വലിയമ്മോരെല്ലാവരും ഉണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. അവർക്കും അറിയാം എൻ്റെ സിറ്റുവേഷൻ എന്താന്ന്, ഞാൻ എങ്ങനെ ജയിക്കുന്ന ആളാന്ന്, എൻ്റെ സിറ്റുവേഷൻ എന്താന്ന് പറയാം. അതുകൊണ്ട് അവരാരും എന്നോട് തടസ്സം പറഞ്ഞില്ല. പിന്നെ നമ്മൾ നാട്ടിലത്തെ എല്ലാവരും വാക്കും നാട്ടിലത്തെ എല്ലാവരും സർട്ടിഫിക്കറ്റ് മേടിക്കാന്ന് വെച്ചാൽ നടക്കില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരെ തന്നെ അറിയിക്കുകയും നമ്മൾ ചെയ്യാം. അത്ര മാത്രം നടക്കുള്ളൂ. ഞാൻ എന്താണ് ചിന്തിച്ച് അവിടെ ഇരിക്കും. പക്ഷേ പുറലോകത്തേക്ക് വരുമ്പോൾ വേറെ കുറെ കാര്യങ്ങളായിട്ടാണ് വന്നത്. ആയിക്കോട്ടെ, അതൊന്നാമത് എന്താ അറിയോ, ഓരോ കഥകൾ ഉണ്ടാക്കാൻ കുറെ പേരുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. നമുക്ക് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എവിടെ എത്തില്ല. അതൊക്കെ ആ വഴിക്ക് പോട്ടെ എന്ന് ചിന്തിക്കാണ്ട് നമ്മളെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട്. അവരോടാണ് നമ്മൾ പറഞ്ഞ്. പിന്നെയും ഈ ചടങ്ങിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നത്. എനിക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എൻ്റെ അമ്മയുടെ അമ്മ മരിക്കുമ്പോൾ എനിക്കൊരു 12 വയസ്സാണ്. അന്ന് ഇതേപോലെ അമ്മമ്മയുടെ 4 മക്കള് നെയ്പ്പാലിരിക്കണം ചടങ്ങ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അമ്മയുടെ മാമിൻ്റെ വീട്ടിലായിരുന്നു. അപ്പം അവിടെ പോയിട്ട് 10 ദിവസം നെയ്പ്പാലിരിക്കുക. അപ്പം അമ്മയുടെ എല്ലാ കാര്യം ചെയ്ത് കൊടുത്തത് ഞാനാണ്. അപ്പം ഞാനത് കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കത് എഴുന്നേക്കാൻ പറ്റില്ല എന്നും, അമ്മയുടെ ഒരു കാര്യം ഡ്രസ്സ് കഴുകാനാണേലോ പ്ലേറ്റ് ഒന്നും പറ്റില്ല. എൻ്റെ ഇപ്പം ചെയ്താൽ നേരം അമ്മ മേമ വല്യമ്മ അവരൊക്കെയാണ് എൻ്റെ അവിടെ ചെയ്താൽ നേരം. ഡ്രസ്സ് ഞാൻ വീട്ടിൽ കൊടുത്തേക്കായിരുന്നു. ഇവിടെ ഇപ്പം മാമൻ്റെ വീട് കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഞാനായിരുന്നു നമുക്ക് അതെല്ലാം ചെയ്ത് കൊടുത്തത്. അപ്പം ഇങ്ങനെ ചടങ്ങുള്ളേസ് എനിക്കറിയാം. ഇതെന്തിനാണ് എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കാതിരിക്കുക, അതിനെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ പപ്പടം കാച്ചാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഒന്നും അങ്ങനത്തെ പ്രശ്നം എനിക്കില്ല. ഇനി പലർക്കും പല രീതികളല്ലേ, ഓരോരുത്തർക്കും ഓരോ ചടങ്ങുകളാണ്. ഞങ്ങളവിടെ അങ്ങനത്തെ ചടങ്ങ് ഞാൻ കണ്ടിട്ടില്ല. പൊറോട്ടയുടെ വെച്ചില് എഗ്ഗ് ചേർത്തല്ലോ ചോദിച്ചു. എഗ്ഗ് ചേർക്കാത്ത പൊറോട്ട ഉണ്ടാക്കില്ലേ? വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ നമ്മൾ എഗ്ഗ് ചേർത്തിട്ടില്ലല്ലോ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനത്തെ എല്ലാതുണ്ട്. കൂടെ നമുക്ക് അറിയാത്ത വെച്ചിൽ അഭിപ്രായം പറയാതിരിക്കുക. നിങ്ങൾക്കറിയുന്നത് മാത്രമാണ് ശരി എന്ന് വെച്ച് പറയണവരുണ്ട്. അതല്ലാത്ത ശരികളുണ്ടല്ലോ. പപ്പടം കാച്ചാൻ പാടില്ല, കടുക് കാച്ചാൻ പാടില്ല. എനിക്കറിയില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ഇറച്ചിയും മീനോ കാര്യങ്ങളൊന്നും കൂട്ടില്ല. പച്ചക്കറിയായിട്ട് നമുക്ക് എന്ത് ഫുഡും വേണമെങ്കിൽ കഴിക്കാം എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ അതാണ് ഓരോ സ്ഥലത്തും ഓരോ രീതികളാണ്. അപ്പം നിങ്ങളുടെ സ്ഥലത്തെ രീതി തന്നെ വേണം എല്ലായിടത്തും എന്ന് ചിന്തിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് എനിക്കറിയാത്തൊരു ദിവസം ഒരു അഭിപ്രായം പറയാനേ പോകാറില്ല. അപ്പം അവരവിടെ അങ്ങനെ ഒരു ചടങ്ങാണെങ്കിൽ ഓക്കെ അതായിരിക്കും. എന്റെ അച്ചാച്ച മരിച്ച അതുകൊണ്ടായിരിക്കും എന്റെ അച്ചാച്ച മരിച്ചപ്പോ നെൽപ്പാലിരിക്കുന്ന പോലെയല്ല കിടക്കയും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പക്ഷെ എനിക്കറിയാം അതല്ല ചടങ്ങ്, പായലിരിക്കുന്നതാണ് ചടങ്ങ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ദിവസം വന്നപ്പോ എന്നോട് അമ്മ ചോദിച്ചു പായ പോരോ ചോദിച്ചു. മതി എന്ന് അമ്മേരെ കളറും അമ്മാവരെ വീട്ടിലുള്ള അമ്മാവരെ വീട്ടിൽ പോകാൻ. ഓക്കെ, ഈ കളർ ഇവിടെ ഇല്ല. അങ്ങനെ കുറെ കാര്യം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും ഓരോ രീതികളാണ്. ഓരോ സൗകര്യങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും കാലം മാറി വരും. ഞങ്ങൾ എങ്ങനെയാട്ടെ എന്നെ സംബന്ധിച്ച് എന്നോട് ചെയ്യുമ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും അത് എൻ്റെ വീട്ടിലേക്കാണെങ്കിലും പുറമെ ഒരാൾക്കാണെങ്കിൽ പോലും ഞാൻ ചെയ്യാറുണ്ട്.
എനിക്കറിയാത്ത ഒരാളുടെ അടുത്താണെങ്കിൽ പോലും എനിക്ക് പറ്റുന്ന കാര്യം അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്കത് അത്ര പെട്ടെന്ന് നോ എന്ന് പറയാൻ അറിയില്ല. പിന്നെ എനിക്കത് നോ എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അയ്യോ എനിക്ക് പറ്റിയത് ഞാൻ ചെയ്യാഞ്ഞിട്ടല്ലേ എന്നുള്ളൊരു കുറ്റബോധം എനിക്ക് വരും. അതുകൊണ്ട് എനിക്ക് ശരി തോന്നിയാണ് ഞാൻ ഇതുവരെയ്ക്ക് ചെയ്തിട്ടുള്ളത്. അതിനും ഇതുവരെയ്ക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഇതുവരെ ഞാൻ ചെയ്ത കാര്യം തെറ്റായിപ്പോയി എനിക്ക് തോന്നേണ്ടൊരവസ്ഥ വന്നിട്ടില്ല. എൻ്റെ കൂടെയുള്ള ഭർത്താവ് എൻ്റെ ഫാമിലി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് അവൻ്റെ ഒരാളൊറ്റ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് അത്ര ദിവസം അവിടെ ഇരിക്കാൻ പറ്റിയത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇപ്പോഴും ഇത് നെഗറ്റീവായി തോന്നില്ല. അവൻ ഈ ട്രോൾ കൊണ്ട് എപ്പോഴും പിന്നെ നീ അത് മെയിൻ ചെയ്യണ്ട, അത് അവർ കാശ് ഉണ്ടാക്കും, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ട് പറഞ്ഞാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ആ മീൻ കറിക്കുള്ള മീനൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെക്കേണ്ട കേട്ടോ. അപ്പം ഇത് ഇന്നലെ തന്നെ ഞാൻ വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇനി നൈസ് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ പണി എളുപ്പമായി. നമ്മളെ കാത്തും അവിടെ കുറുമ്പ് കാണിച്ച് നടക്കുന്നുണ്ട്. അതിൽ കുറച്ചുള്ളൊരു ഐസ് ഇടാണ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് രാത്രിക്കുള്ള ചോറ് വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചോറ് വയ്ക്കൽ വളരെ കുറവാണ്. ഞങ്ങൾക്ക് അപ്പം ആവശ്യമുള്ളത് ഞാൻ അപ്പം വയ്ക്കുന്നുള്ളൂ. അത് മുൻകൂട്ടി ചോറ് വെച്ച് കളയാനോ കൂടുതൽ ചോറൊന്നും അതെടുത്ത് ഞാൻ കഴിക്കാനോ നിൽക്കണില്ല. അങ്ങനെ കഴിച്ച് ഞാനിപ്പോൾ ഒരു 61 കിലോൻ്റെ അടുത്ത് 61 62 കിലോൻ്റെ അടുത്ത് എത്തി. ഇനിയും ആ പണിക്ക് നിൽക്കാൻ എനിക്ക് വയ്യ. അപ്പം അതുകൊണ്ട് തന്നെ ചോറ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചോറ് വയ്ക്കും. അല്ലെങ്കിൽ കാട്ടുമ്മിക്കുള്ള ചോറ് ഞാൻ എന്നും വെക്കും കേട്ടോ. അല്ല ഞങ്ങൾക്കായിട്ട് വെക്കാൻ നിൽക്കാറില്ല. ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് കാട്ടുമ്മിക്കുള്ള ചോറ് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 3 ആൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ചോറ് ഇതാ ഞാൻ കഴുകി അടുപ്പത്ത് ഇടുന്നുണ്ട്. അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചെറുപയർ ഉപ്പേരിക്കുള്ള പണിയിലേക്ക് കിടക്കാം. എനിക്ക് മീൻ കറി ചെറുപയർ ഉപ്പേരിയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുപയർ എടുത്ത് നന്നായി കഴുകി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുപയർ ഉപ്പേരിയും ചോറും മീൻ കറിയും ഇതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. എനിക്ക് കുറേ ദിവസമായിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കി ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് നല്ലൊരു മീൻ കറിയും ചോറും ഉപ്പേരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ. അങ്ങനെ തോന്നിയത് എനിക്ക് അപ്പം തന്നെ ഉണ്ടാക്കും വേണം. പിന്നെ നമുക്ക് ഈ മീൻ കറിയിലേക്ക് കുറേ ചുവന്നുള്ളി വേണം. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞാൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. ഈ പ്രാവശ്യം കിട്ടിയ ചുവന്നുള്ളി ഞാൻ ചെറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ടൈം എനിക്ക് അതുമ്മ ഗുസ്തി പിടിച്ച് നിൽക്കേണ്ടി വന്നു. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ എണ്ണയുള്ള ചമ്മന്തിക്ക് വേണ്ട സബോള അങ്ങനെ എല്ലാം എടുത്തിട്ട് ഞാൻ തൊലി കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ പറയുന്നത് നമുക്ക് അടുത്തുള്ള ഒരു മുട്ടക്കടയുണ്ട്. അങ്ങനെ കോഴിമുട്ട പുഴുങ്ങിയിൽ ചമ്മന്തി ഇട്ട് തരും, അത് കഴിക്കാൻ പോവാന്ന്. അതോടെ ഏട്ടനും കാത്തുമ്പിക്കും പ്രാന്താണ് അത് കഴിക്കാൻ പോവാന്ന് വെച്ചാൽ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് അത് കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുക കേട്ടോ. എന്നിട്ട് പ്ലാൻ പട്ടുപാട ഇട്ടൊന്നില്ല. അപ്പുറത്ത് മുട്ടക്കടയ്ക്ക് പോവാൻ ഒരുത്തിക്ക് പട്ടുപാട, ഇവിടെ ചോറ് വെച്ചിരിക്കുമ്പോ നിനക്ക് ചിക്കൻ. അറിയ പോടാ. നോക്ക് ഹെൽമെറ്റ് എടുക്കാനല്ലേ പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിത്ര മടി? അതുകൊണ്ട് എന്നെ തലക്കടിക്കുന്നതാണ് ഉദ്ദേശിച്ചത് കാത്തോ. അതുകൊണ്ട് എനിക്കൊരു അടി കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. നമുക്ക് ഇടാൻ പറ്റാണാവോ? സ്നേഹം നിറഞ്ഞ മോള് എന്നാലും നീ ഇട്ടാരുണ്ടെന്ന് അപ്പൊ പറഞ്ഞില്ലേ? ഞങ്ങൾ മുട്ടക്കടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ 3 ആൾക്കും ഓരോ കോഴിമുട്ട പറഞ്ഞിട്ടുണ്ട്. കാത്തുമ്മയിലെ ചമ്മന്തി കുറവും ഞങ്ങൾ 2 ആളേലും ചമ്മന്തി കുറേ ഇട്ടോളം പറഞ്ഞു. ഈ കോഴിമുട്ട കഴിക്കാണ്ട് മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു സർവത്ത് ഓർഡർ ചെയ്യണം. അങ്ങനെ ഇത് കഴിച്ചപ്പോൾ തന്നെ അത് കുടിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല, അത്ര രുചിയായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓരോ കോഴിമുട്ട എടുത്ത് കഴിക്കുന്നുണ്ട്. നമ്മൾ കാത്തും അട കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. ഏട്ടൻ ഒറ്റ വായിക്കിടെങ്കിലും എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ഞാൻ കടിച്ചടിച്ചിട്ട് അവിടെ കഴിക്കുള്ളൂ. കണ്ട ഏട്ടനൊരു കോഴിമുട്ട ഒറ്റ വായിക്കുള്ളതുള്ളൂ. കാത്തുമ്മയും ഇങ്ങനെ പതുക്കെ കഴിക്കുന്നുണ്ട്. പണ്ടെന്ന് വെച്ചാൽ കാത്തുമ്മക്ക് എന്തൊരു ഫുഡ് കിട്ടിയാലും ആൾക്ക് ഒറ്റയ്ക്ക് കഴിക്കണം. പക്ഷെ
എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വായ ആൾക്ക് ഒറ്റയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നമ്മൾ ആരെങ്കിലും വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അവൾക്ക് ഭയങ്കര മടിയായി തുടങ്ങി ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾക്കുള്ള പ്ലേറ്റിൽ അവൾക്കുള്ള ഫുഡായിട്ട് നമ്മൾ മാറ്റി വെക്കണം. അത് കൊടുത്ത് അവൾ 2 വായ കഴിച്ച് കഴിഞ്ഞാൽ പറയും, "അമ്മ എനിക്ക് അമ്മ വായിൽ വെച്ച് തരുമോ, അല്ലെങ്കിൽ അപ്പ വായിൽ വെച്ച് തരുമോ" വെച്ചിട്ട് ഞങ്ങൾ വായിൽ വെച്ച് കൊടുക്കണം. പിന്നെ കാത്തുമ്മേടെ കോഴിമുട്ട കഴിച്ചതിൻ്റെ പകുതി അതിൽ ഉണ്ണിയില്ലാത്ത വശം എനിക്ക് വായിൽ വെച്ച് തരുന്നുണ്ട്. ഒരു ചെറിയൊരു പീസ് കേട്ടോ. അവൾക്ക് ആണെങ്കിലും കോഴിമുട്ടയുടെ ഉണ്ണി വേണം. എന്നാൽ മാത്രമേ കഴിക്കാൻ ഇഷ്ടമുള്ളൂ കേട്ടോ. വെള്ളം മാത്രമായിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ ദാ നമ്മളെ സർവത്തെത്തി. അപ്പം അത് കുടിച്ചപ്പോൾ ഉണ്ടല്ലോ എന്തൊരു സമാധാനമാണെന്നറിയോ. കാരണം അത്ര എരിഞ്ഞ് തൊണ്ട മൊത്തം പുകഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് സർവത്ത് കിട്ടുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് മതിയായി. ഞങ്ങൾ അടുത്ത കോഴിമുട്ട പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒരു കടി കാത്തുമ്മയ്ക്ക് വേണമെന്നുണ്ട്. ഞാൻ കാത്തൂനൊരു വായ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട ആൾക്ക് ചമ്മന്തിയുള്ള വശം തന്നെ വേണം കേട്ടോ. ഞാൻ പക്ഷേ കുറവുള്ള വശം മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ 2 കോഴിമുട്ടയിൽ നിർത്തിയെങ്കിലും ഏട്ടൻ 3 കോഴിമുട്ട കഴിച്ചു കേട്ടോ. 3 4 കോഴിമുട്ട അവൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല. ഒരു പൂതിക്ക് 2 എണ്ണം. അത് കഴിച്ചു പിന്നെ സർവ്വത്തോട് കുടിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. ഇനി എനിക്കൊന്നും വേണ്ട പറഞ്ഞു. പിന്നെ നമ്മൾ നാളേക്കുള്ള മീനും കൂടി മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ ചെമ്മീൻ കഴിക്കൊരു പൂതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെമ്മീൻ 1 കിലോ മേടിച്ചിട്ട് പിന്നെ കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ വീണ്ടും എൻ്റെ നൈറ്റ് എടുത്തിട്ടതിന് ശേഷം നമ്മൾ മീൻകറി വയ്ക്കാൻ നിന്നു. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ടിട്ട് ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായി മൂത്ത് വരണം. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ചുവന്നുള്ളി ഇട്ടിട്ട് ഇതൊക്കെ ഇനി നന്നായി വാട്ടിയെടുക്കണം. നമ്മളിങ്ങനെ എന്ത് വാട്ടുമ്പോഴും ആദ്യം കൂടി കുറച്ച് ഉപ്പിട്ട് വയ്ക്കുമല്ലോ, എന്നാലാണ് പെട്ടെന്ന് വഴണ്ട് കിട്ടുള്ളൂ. പിന്നെ ഉപ്പിട്ട് അതങ്ങനെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് സെറ്റായി വരുമ്പോഴേക്കും ഇതാ നമുക്കതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ അത് ഒരു വഴണ്ട് ഒരു രൂപമായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 2.5 ടീസ്പൂൺ മുളകും പൊടി, അല്ല 1.5 ടീസ്പൂൺ മുളകും പൊടിയും ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി പുളി പിഴിഞ്ഞ് ഒഴിക്കണം. കുടംപുളി ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. ഞങ്ങൾ സാധാ പുളി കേട്ടോ, അത് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി മസാല ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇത് ഞാൻ അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ആ നേരത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പുറത്ത് വറക്കാനുള്ള മീൻ മസാല പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മസാല പറ്റുമ്പോഴും മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര മാത്രമേ ഇടുള്ളൂ കേട്ടോ. വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇടില്ല. അങ്ങനെ ആ ഒരു 3 പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അതൊക്കെ ഇട്ട് നന്നായി മസാല പറ്റാണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതങ്ങോട്ട് മാറിയിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ മീൻകറി എന്തായാലും നോക്കാം. അങ്ങനെ മസാല നന്നായി തിളച്ച് വന്നപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ മീനൊക്കെ ഒന്ന് വെന്ത് വന്ന് നമുക്ക് ചീഞ്ചട്ടി ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് പണിയുള്ളൂ. നല്ല ടേസ്റ്റുള്ള മീൻകറി കേട്ടോ. ഇതും നല്ല ചൂട് ചോറും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നിൻ്റെ ആവശ്യത്തിൽ ഒരു കലം ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ചെമ്മീൻ മേടിച്ചു കൊടുക്കുന്നത് അതിനിപ്പോൾ തന്നെ വറുത്ത് കഴിക്കണം അത്രേ. അപ്പോൾ ഞാൻ ആ ചെമ്മീനൊക്കെ നന്നായി വൃത്തിയാക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളേക്കുള്ളതും ഇന്നേക്കുള്ളതും ഞാനിങ്ങനെ തൊലി കളയുന്നുണ്ട് കേട്ടോ. ഇന്നത്തേക്ക് ഞാനൊരു 4-5 എണ്ണം എടുത്ത് വറക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത്രയും ഫുഡുള്ളപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞാൽ ഒക്കെ വേസ്റ്റായി പോവും. ചെമ്മീൻ കഴിക്കും, ബാക്കിയൊക്കെ വേസ്റ്റ് ആക്കും. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വറക്കണുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ അതാ ഞാൻ പെട്ടെന്ന് തന്നെ ചെമ്മീനെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഇതാ നമ്മൾ മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി കൊടുക്കാനെടുത്ത് 2 ചിറ്റിക്കലും ചിറ്റിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി, ഒരു ചട്ടിയിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ചട്ടിയിൽ നമ്മൾ ചാള വറക്കാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉപ്പേരി റെഡിയായി, ചാള വറുത്തത് റെഡിയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് അടക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ രാത്രിത്തെ ഫുഡ് ഇതെല്ലാമാണ്. അപ്പോൾ അതാ നല്ല ചൂട് ചോറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മൺചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ചോറുണ്ണുന്നത്. അപ്പോൾ അതാ നമ്മൾ ആദ്യം കുറച്ച് ചൂട് ചോറ് വിളമ്പുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറുപയറുപ്പേരിയും അതേപോലെ സബോളയും തക്കാളിയൊക്കെ വണക്കി ഉണ്ടാക്കുന്ന ചമ്മന്തി, 2 ചാള വറുത്തത്, കുറച്ച് ചെമ്മീൻ വറുത്തത്, പിന്നെ നമ്മൾ ഇന്നത്തെ മെയിൻ താരം നമ്മുടെ മീൻകറിയാണ്. അപ്പോൾ ആ മീൻകറിയും കൂടി ഒഴിച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി വേഗം ഫുഡ് കഴിക്കാൻ നോക്കിയില്ല, കാരണം ഇത് കണ്ടിട്ട് കൊതിയാവും, ഇപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മളെ ഫുഡ് കണ്ടില്ല, നമുക്കിത് കഴിച്ചാലോ. ആദ്യം മീനൊക്കെ മാറ്റി വെച്ചിട്ട് ആദ്യം കാത്തുമ്പിക്ക് വേണം, ആദ്യം നമ്മൾ കാത്തൂന് കൊടുക്കാം. അതിനുണ്ട് എരുണ്ട് അല്ലേ. കുറച്ച് മീൻ പീസ്, ചമ്മന്തി, ഇപ്പത്തരെ വറുത്ത ചാളമീൻ തരാം. ചാളെടുക്ക. വാ വാ ചെറുതായ ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് ഇതാണ്. എന്തായാലും അപ്പം എന്തായാലും ഇന്നത്തെ ഇടത്തിറക്കലോട്ടെ, നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ രാത്രിത്തെ ഫുഡും കഴിച്ച് പിന്നെ അടുക്കള കുറച്ചുകൂടി ക്ലീൻ ആക്കാണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പം എന്തായാലും ബൈ.